റോഡ് നിർമ്മാണത്തിനിടയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടി ചോർച്ച സംഭവിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് ആ ദൃശ്യങ്ങൾ. കുമാരപുരം പൂന്തി റോഡിലാണ് സംഭവം. അഗ്നിരക്ഷാസേന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പൈപ്പ് മാറ്റാനുള്ള ജോലികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഗോകുൽനാഥ് സംഭവ സ്ഥലത്തുണ്ട്. ഗോകുൽ, അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ, അവിടുത്തെ ഒരു സാഹചര്യം, ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറയൂ. ഗോകുൽ, കേൾക്കാമെങ്കിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. ആ ചോർച്ചയുടെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ പ്രദേശത്ത് നാട്ടുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, ജനപ്രതിനിധികളെയും കാണാം. ഇപ്പോൾ എന്താണ് പ്രദേശത്തെ സാഹചര്യം? എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഷിഹാസ, ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാം റോഡ് വർക്ക് പുരോഗമിക്കുന്നുള്ള ഒരു ബോർഡുണ്ട്. അതിൻ്റെ സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ JCBയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അധികം ആഴത്തിലല്ല കുഴിയെടുത്തത്, ഒരല്പം ആഴത്തിലാണ്. ആ ആഴത്തിൽ കുഴിയെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പൈപ്പിൽ ചോർച്ച ഉണ്ടാകുന്നുള്ളതാണ്. ഈ പ്രദേശത്ത് ആസകലം വലിയ ഈ വാതക ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. എന്തായാലും ചേട്ടാ, വലിയ രീതിയിൽ ചോർച്ച ഉണ്ടായി അല്ലേ? അത് വലിയ രീതിയിലുള്ള പൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. PWDയുടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പൊട്ടലുണ്ടായിട്ടുള്ളത്. PWD ഈ ഒരു ഗുരുതരമായ അനാസ്ഥയാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളത്. കാരണം എല്ലായിടങ്ങളിലും 6 അടി താഴ്ത്തിയാണ് ഈ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. പല വീടുകളിലും ഒരു അടിയിൽ താഴ്ച പോലും ഇല്ല. പല വീടുകളിലും ക്രോസ് കണക്ഷൻ പോലും കൊടുക്കാത്തത്, കണക്ഷൻ പോലും പല വീടുകളിലും വന്നിട്ടില്ല. ഈ ലൈനിൽ മാത്രം 10-70 വീടുകളിലില്ല. തിരുവനന്തപുരം നഗരത്തിൽ ഇഷ്ടം പോലെ വീടുകളിൽ ലൈനില്ല. പല വീടുകളിൽ ലൈനില്ലാത്തത് ഈ ക്രോസ് കണക്ഷൻ കൊടുക്കാൻ 6 അടി താഴ്ക്കാൻ പറ്റില്ല, 6 അടി താഴ്ച ഇത് വയ്ക്കാൻ പറ്റില്ല എന്ന ന്യായമാണ്. ആ ന്യായം അവിടെ നിൽക്കുമ്പോഴാണ് ഈ പൈപ്പ് ലൈൻ 1 അടി പോലും താഴ്ചയില്ലാതെ വയ്ക്കുന്നത്. അത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിന് മറുപടി പറയാൻ ഈ പറഞ്ഞ AG&P എന്ന കമ്പനിക്കാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അവർ സബ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അധികാരികൾ ബന്ധപ്പെട്ട് വരുന്ന ഒരു കാലത്ത് ഒരു പ്രസവം പറയുമ്പോഴും ഇവർ വരി വരാറുണ്ട്. ഒരടി പോലും താഴ്ച വലിയ ഭാരവാഹനങ്ങൾ കയറി പോയാൽ പോലും ഇത് പലയിടത്തും പൊട്ട. ഇത് ഇവിടത്തെ മാത്രം പ്രശ്നമല്ല. ഇത് എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക പദ്ധതി പ്രകാരം ഇത് എക്സിറ്റ് ചെയ്യാൻ പോകുന്ന, ഭാവിയിൽ എക്സിറ്റ് ഈ വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാ വാഹനങ്ങളും ഈ വഴിയാണ് വരുന്നത്. ഭാരമുള്ളതും നാട്ടുകാരുടെയും എല്ലാ വാഹനങ്ങളും ഈ വഴിയാണ് വരുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായും നാളെ വണ്ടി കയറി ഇത് പൊട്ടെ. ഈ പണി തന്നെ ഏതാണ്ട് വർഷങ്ങളായി ഇവിടെ പണി പൂർത്തീകരിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചെറിയ വണ്ടികൾ വരുമ്പോഴും, പണി നടക്കാനുള്ള വണ്ടികൾ വരുമ്പോഴും ഇത് പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത്. എന്തായാലും ഈ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. കാരണം ഈ പ്രദേശത്ത് 6 അടിയിലേറെ താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൈപ്പ് ലൈൻ അങ്ങനെയാണ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു മാനദണ്ഡമുള്ളത്. പക്ഷേ ആ മാനദണ്ഡമൊക്കെ കാറ്റിൽ പറത്തിയാണ്. 1 അടി പോലും താഴ്ചയില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് കാണാൻ സാധിക്കും. 1 അടി പോലും താഴ്ചയില്ല. അതിനകത്താണ് ഈ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തുകൂടി വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതുമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആദ്യം ഈ പണി നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഈ JCBയുടെ കൈകൊണ്ട് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്നു. തുടർന്ന് ജീവനക്കാർ തന്നെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടിരുന്നവർ മണ്ണ് വെച്ച് അടയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം പറഞ്ഞത്. അങ്ങനെ വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് സംഘം എത്തുകയും ഇത് സ്ഥിതി നിയന്ത്രണ വിധേയം ആകുമെന്നുള്ള ഘട്ടം ആദ്യം ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് 1-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രംഗം ശാന്തമാക്കിയത്. അതായത് ഈ വാൽവുകൾ അടച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ അപകടത്തിനുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിലുമുണ്ട്. കാരണം അത്ര ആഴത്തിലല്ല ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികൾ പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. നാട്ടുകാർ കൃത്യമായി തന്നെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. 6 അടി താഴ്ചയിലാണ് ആ ഒരു പൈപ്പ് ലൈൻ ഇടേണ്ടത്. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, നിലവിൽ 1 അടി മാത്രം താഴ്ചയിലാണ് തിരുവനന്തപുരത്തെ ആ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഭാരവാഹനങ്ങളും ഭാരമില്ലാത്ത വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നൊരു റോഡാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ പൊട്ടലുണ്ടാവാനും അത് പ്രദേശമാകെ വ്യാപിക്കാനും അത് വലിയ അപകടത്തിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ ഉണ്ട്. അവിടെ ഫയർഫോഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥരും SP ദീപക് അടക്കമുള്ള കോർപ്പറേഷനിലെ കൗൺസിലർമാരും എത്തി അവർ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക പരിഹാരമല്ല, ഒരു സ്ഥിരം പരിഹാരമാണ് വേണ്ടത്.